നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ കൊടുത്ത ട്രാൻസ്ഫർ ലിസ്റ്റ് ബോസ്കോ പുത്തൂർ എന്ന റബ്ബർ സ്റ്റാമ്പ് മെത്രാൻ അംഗീകരിച്ച് പരസ്യപ്പെടുത്തി. അതനുസരിച്ച് കഴിഞ്ഞ ഞായറാഴ്ച വൈദികരെല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട വൈദികരെല്ലാം അതാത് ഇടവുകളിൽ ചാർജ് എടുത്തു. അങ്കമാലി ബസിലിക്ക പള്ളിയിൽ അതിൻ്റെ റെക്ടറായി ഫാദർ ലൂക്കോസ് കുന്നത്തൂരാണ് ചാർജ് എടുത്തത്. ലൂക്കോസ് കുന്നത്തൂരിനെ പറ്റി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രയോഗം നടത്തി. അദ്ദേഹം ഒരു ഊള വൈദികനാണ്, വിമതൻ ആണ് എന്ന്. അത്രയും ബസിലിക്ക റെക്ടറെ പറ്റി പറയാമോ എന്ന് ചിലർക്കൊക്കെ തോന്നിക്കാണും. അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഏതാനും ദിവസം മുമ്പ് ഞാൻ ഈ ലൂക്കോസ് കുന്നത്തൂർ വികാരിയായിരുന്ന അങ്ങ് ഇളവൂരിലെ ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ടൊരു കമ്മീഷനായി ഇളവൂർ ഷാപ്പിനടുത്ത് ചെന്നപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ എന്നെ കണ്ട് വട്ടം കൂടി കുശല പ്രശ്നങ്ങൾ നടത്തി. അവർ പറഞ്ഞു, ഞങ്ങളുടെ വികാരിയച്ഛൻ ലൂക്കോസ് കുന്നത്തൂര് നിങ്ങളുടെ അങ്കമാലിയിലേക്ക് വരികയാണല്ലോ, എങ്ങനെയുണ്ടായിരുന്നു ലൂക്കോസ് കുന്നത്തൂർ ഇവിടെ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ലൂക്കോസ് കുന്നത്തൂർ ഒരു കുടുംബ യൂണിറ്റ് മീറ്റിങ്ങിൽ ഒരു വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ വീട്ടമ്മ അച്ഛനോട് ഒരു ചോദ്യം ചോദിച്ചു മീറ്റിങ്ങിൽ. ആ ചോദ്യം ഇഷ്ടപ്പെടാതിരുന്ന ലൂക്കോസ് കുന്നത്തൂർ കോപാകുലനായി ആ വീട്ടമ്മയെ ശപിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയൂ? ഇവിടെ ഒരു പന്തലിട്ട് നിങ്ങളുടെ ശവസംസ്കാരം നടത്തിയതിന് ശേഷമേ ഞാൻ ഈ ഇടവകയിൽ നിന്ന് പോകൂ എന്ന്. ഇളവൂർ പള്ളിയിലെ വികാരിയാണ് ഇപ്പോൾ അങ്കമാലി റെക്ടറായി വന്ന് ചാർജ് എടുത്തിരിക്കുന്ന വിമത വൈദികനായ ലൂക്കോസ് കുന്നത്തൂര് ആണ് ഇത് പറഞ്ഞത്. അദ്ദേഹം എന്തു മുതലാണ്? ഇതൊരു ഷാപ്പിന്റെ അടുത്ത് വെച്ച് ഒരു അല്പം മദ്യപിച്ച ആളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് സത്യമാകണമെന്നില്ലല്ലോ. ഇത് വെറുതെ പറഞ്ഞു പരത്തിയ കഥയാണെങ്കിലോ? പക്ഷെ അവിടെയുള്ള ആളുകളെല്ലാം സംഭവം സമ്മതിച്ചു. ഞാൻ പറഞ്ഞ ആളോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ സ്ത്രീയെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ എണീറ്റ് നിന്നുകൊണ്ട് അച്ഛൻ പറഞ്ഞു ശരിയായില്ല എന്ന് പറയാനുള്ള നട്ടെല്ല് കാണിച്ചത് ഞാൻ മാത്രമാണ്, ഈ മനുഷ്യൻ മാത്രമാണ് എന്നാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാമോ, ഞാൻ ഈ സംഭവം ഒരു വീഡിയോ ആക്കാം, നിങ്ങളിത് പറയാമോ? അദ്ദേഹം പറഞ്ഞു തുടങ്ങി. പക്ഷെ അടുത്തുള്ള ആളുകൾ പറഞ്ഞു വേണ്ട എന്ന്, അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അയാളെ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ട് ഇടയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇതിനുശേഷം ഈ സംഭവത്തിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നറിയാൻ വേണ്ടി ഞാൻ വിശദമായൊരു അന്വേഷണം ഈ ഇളവൂര് പുളിയനം ഭാഗത്ത് നടത്തി. അദ്ദേഹത്തിൻ്റെ ഈ ശാപം ഏറ്റുവാങ്ങിയ സ്ത്രീയുടെ കുടുംബാംഗങ്ങളായിട്ട് വരെ സംസാരിച്ചു. സംഭവം എല്ലാം സ്ഥിരീകരിച്ചു. ഈ ഇളവൂര് പുളിയനം ഭാഗത്തെ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ നിരവധി വൈദികരൊക്കെയുള്ള വിമത വൈദികരുമുള്ള ഒരു കുടുംബത്തിലെ വീട്ടമ്മയോടാണ് ഈ വൈദികൻ ഈ ശാപം കൊടുത്തത്. ഈ സംഭവം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും എന്തായാലും ആ വീട്ടമ്മയ്ക്ക് ഒരു അപകടവും പറ്റിയിട്ടില്ല. അവർ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നു. പക്ഷേ അവർക്കൊക്കെ അതിൽ വലിയ വേദനയുണ്ട്. ഈ വൈദികൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇതിൽ ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നത് മറ്റൊരു സത്യം. എന്തായാലും ലൂക്കോസ് കുന്നത്തൂര് പ്രസിദ്ധമായ അങ്കമാലി ബസിലിക്ക പള്ളിയുടെ റെക്ടറായി ചാർജ് എടുത്തിരിക്കുകയാണ്. നാളെ എന്തൊക്കെ പുകിലൊക്കെയാണ് അങ്കമാലിയിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അങ്കമാലിയിലെ കത്തോലിക്ക വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. അദ്ദേഹം ഇതുപോലുള്ള ശാപവാക്കുകളും ഇതുപോലുള്ള ധിക്കാരവുമായിട്ടൊക്കെ നാളെ വരാം. പക്ഷെ അങ്കമാലിക്കാർ അതിനൊക്കെ തിരിച്ചടി കൊടുക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചിലപ്പോൾ അച്ഛൻ്റെ കാരണത്തായിരിക്കും അടി കിട്ടുക, അല്ലെങ്കിൽ അവർ അങ്കമാലി പോർക്കുകൾ വരെ ഓടുന്ന രീതിയിലുള്ള തെറി പറയാൻ അങ്കമാലിക്കാർക്കറിയാം. എനിക്ക് ഈ വൈദികനെ വളരെ നേരത്തെ തന്നെ അറിയാം. അദ്ദേഹം 10-35 വർഷം മുമ്പ് അങ്കമാലി സെൻറ് ജോസഫ്സ് ഹൈസ്കൂളിൽ മോറൽ സയൻസിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. അധ്യാപകരുടെ മുമ്പിൽ ക്ലാസ് എടുത്ത് അസഭ്യം പറഞ്ഞ് വളരെ മോശമായി പെരുമാറിയപ്പോൾ എന്നോട് സീനിയർ അധ്യാപകർ പറഞ്ഞതനുസരിച്ച് ഞാൻ വർഗീയവിധേയത്തിൽ പിതാവിന് ഒരു പെറ്റീഷൻ അയക്കുകയും പിന്നീട് ഈ മോറൽ സയൻസ് പഠിപ്പിക്കുന്ന തെറി പറയുന്ന ഈ വൈദികനെ അതിൽ നിന്നും വിലക്കുകയും ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള വൈദികരുടെ ശാപവാക്കുകളൊന്നും ഏൽക്കില്ല. അങ്ങനെയാണെങ്കിൽ എത്രയോ വൈദികർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള ആളാണ് ഈ വക്കീല്. എനിക്ക് ഒരു കുഴപ്പവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ 70 വയസ്സ് ഈ കഴിഞ്ഞ മാസം പൂർത്തീകരിച്ചു. ധാരാളം ദൈവാനുഗ്രഹം ഞാൻ സത്യത്തിനോടൊപ്പം നിൽക്കുകയും സത്യം തുറന്നു പറയുകയും ചെയ്യുന്നതുകൊണ്ട് ആകാം എനിക്ക് നല്ല ദൈവാനുഗ്രഹമുണ്ട്. അനുഗ്രഹങ്ങൾ നിറഞ്ഞൊരു ജീവിതമാണ് എൻ്റേതെന്ന് എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. ഈ കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഒരു വൈദികനെതിരെ മാനനഷ്ടത്തിന് ഒരു വിശ്വാസി കേസ് കൊടുത്തിട്ട് ആ വൈദികനെ കൂട്ടിൽ കയറ്റി നിർത്തി പാൻറ് ഷർട്ട് ഇട്ടുവന്ന ആ വൈദികൻ, അദ്ദേഹത്തിൻ്റെ പേര് വാതക്കാട് പള്ളിയിലെ മുൻ വികാരിയായിരിക്കുന്ന ജോഷി ചിറക്കൽ എന്ന എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികനാണ്. കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു,
പ്രതിക്കൂട്ടിൽ കയറിയുന്ന വൈദികനെ മജിസ്ട്രേറ്റ്. അപ്പോൾ വൈദികർക്കെതിരെ വേണ്ടി വന്നാൽ സത്യത്തിന് വേണ്ടി കേസ് കൊടുക്കാൻ ഒരു മടിയും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു ശാപവും വൈദികരുടെ എറണാകുളം അതിരൂപത്തിലെ 400 വൈദികർ എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ടാകുമല്ലോ, ഒന്നും ഏറ്റിട്ടില്ല ഇതുവരെ. എന്തായാലും അങ്കമാലിയിലെ വിശ്വാസികൾ സൂക്ഷിക്കുക. ലൂക്കോസ് കുന്നത്തൂർ എന്ന് പറയുന്ന വൈദികന്റെ ശാപമൊന്നും ഏറ്റില്ലെങ്കിലും അധികവുമായി ഏറ്റുമുട്ടാതിരിക്കാൻ കഴിയുന്നതും ഒഴിഞ്ഞു പോകുക എന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.